നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളിലും ചിലതെല്ലാം പ്രായോഗികമല്ലാത്തതുകൊണ്ട് ചിലതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പണം മുതൽ മുടക്കാതെ മറ്റൊരാൾ പണം മുതൽ മുടക്കിയും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി സന്നദ്ധനാകുവാനും സാധ്യതയുണ്ട്. ചില സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സ്വല്പം അതൃപ്തിയുള്ള വചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം ഭാവിയിലേക്ക് അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന ധാരണയൊക്കെ മനസ്സിലുണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശത്താൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യാപാരങ്ങളൊന്നും തന്നെ ജന്മനാട്ടിൽ സ്വീകരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നേട്ടമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ പരാജയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് വളരെ ആശ്വാസവും സമാധാനവും ഇതുപ്രകാരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. വേറെ ചിലർക്ക് അമിത ഭക്ഷണത്താൽ സ്വസ്ഥതക്കേട് അനുഭവപ്പെടുവാനിടയുണ്ട്. കുടുംബത്തിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ഓണാഘോഷം തൽക്കാലം ഉപേക്ഷിച്ച് ആചാരത്തിലൊതുക്കി ഒരുപക്ഷെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുവാനും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സജീവമായിട്ട് പങ്കെടുക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ഇതിന്റെ വെളിച്ചത്തിൽ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എന്നാൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ സുഹൃത്തുക്കളെയും വിദേശത്തുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ട് അനുവർത്തിച്ചുകൊണ്ടും അതിനൊരു നേതൃത്വം നൽകിക്കൊണ്ട് മംഗളകരമാക്കി തീർക്കുവാനും യോഗമുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷമൊക്കെ ശരിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളവർക്ക് അവസരങ്ങൾ കുറയും. അവസരങ്ങൾ വന്നു ചേരുന്നവർക്കോ യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളൊരു മനസ്ഥിതിയും കുറവായിരിക്കും. ഏത് പ്രകാരത്തിലും ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തൊഴിൽ മണ്ഡലങ്ങൾ ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനായിട്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുവാനിടയുണ്ട്, അല്ലെങ്കിൽ ഉപദേശം തേടുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായ വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് നൂതന കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. പ്രവർത്തന ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവമോ അഥവാ അതിനേക്കാളുപരി പരിഗണനാ സ്വഭാവമോ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് അനുസൃതമായിട്ട് ഇനിയും പഠിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ജോലി ഉപേക്ഷിക്കാതെ തന്നെ 2 കൊല്ലത്തെ കോഴ്സാണ് എങ്കിൽ അതൊരു പക്ഷെ 3 കൊല്ലോ 4 കൊല്ലോ സ്വീകരിക്കേണ്ടി വരും. എങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ ഗുണകരമല്ല. പലപ്പോഴും പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുകയും വിദഗ്ധമായിട്ടുള്ള പരിശോധനകളിൽ അമിതമായിട്ടുള്ള മരുന്നുകളെ കൊണ്ടാണ് പലവിധത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി
പ്രകൃതി ജീവനൌഷധ രീതികൾ അവലംബിക്കാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിനാൽ മിഥ്യാധാരണകളെ അതിജീവിക്കാൻ സാധിക്കും. ജനസ്വാധീനം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ മേലധികാരി സ്ഥാനം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. പുണ്യതീർത്ഥയാത്രകൾക്ക് അവിചാരിതമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ അനുമതി ലഭിക്കുകയും ഈ മാസത്തിൽ തന്നെ അവിടെ എത്തിച്ചേരുവാൻ പോലും സാധ്യതയുണ്ട്. പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും നികത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ വേണ്ടി വരുവാനിടയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ സഹോദരങ്ങളോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും അന്യനാട്ടില് ഓണം വളരെ വിപുലമായിട്ട് ആചരിക്കുവാനും ഇതിനോടൊപ്പം തന്നെ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കലാകായിക മത്സരങ്ങളൊക്കെ തന്നെ അവലംബിക്കുക, അതിനുവേണ്ടി നേതൃത്വം നൽകുവാൻ അവസരം പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ഒരുപക്ഷെ അമിതമായിട്ടുള്ള ഭക്ഷണത്താൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഒരു ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനും യോഗമുണ്ട്. കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം സംജാതമാകും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിലെത്തിച്ചേർന്ന് ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുക, ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്നിവയ്ക്കൊക്കെ തന്നെ സാധ്യത കാണുന്നതുമുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ അഥവാ വിജയശതമാനം കുറവുള്ളത് കൊണ്ട് അടുത്ത വർഷം കൂടിയും ആദ്യ പരീക്ഷ എഴുതാം എന്ന സങ്കല്പത്തോടുകൂടി ഉപരിപഠനത്തിന് ചേരുവാൻ മിക്ക വിദ്യാർത്ഥികൾക്കും യോഗമുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും. വികസിത രാഷ്ട്രത്തിൽ കഴിഞ്ഞ 1 വർഷമായിട്ടോ 2 വർഷമായിട്ടോ എത്തിച്ചേർന്ന പലർക്കും ഉപരിപഠനത്തിന് എത്തിച്ചേർന്നവർക്ക് പ്രത്യേകിച്ചും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പിതാവിന് അസുഖം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് 1-2 ദിവസം അവധിയെടുത്തുകൊണ്ട് പിതാവിനെ സംരക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങളും പരിപാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. എന്നാൽ ഇതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു മാസത്തേക്ക് 1-2 ദിവസങ്ങളിൽ ഗൃഹത്തിൽ ഇരുന്നു ചെയ്തുകൊണ്ട് ജോലി ചെയ്യാം എന്ന ധാരണയോടുകൂടി തന്നെ ഉടമസ്ഥരിൽ നിന്നും അനുമതി തേടുവാനും യോഗമുണ്ട്. വിപണന മേഖലയോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായാലും സ്വന്തമായിട്ട് നടത്തി വരുന്നവർക്കാണെങ്കിലും ഉദ്ദേശിച്ച പോലെ നേട്ടമോ അനുഭവങ്ങളോ പുരോഗതിയോ ഒക്കെ വളരെ കുറയും. ഇതിന്റെ വെളിച്ചത്തിൽ കർമ്മമണ്ഡലങ്ങൾ, വ്യാപാര വിപണനങ്ങളിൽ മേഖലകളെല്ലാം തന്നെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് ഏൽപ്പിച്ചാലോ അല്ലെങ്കിൽ കൊടുത്താലോ എന്ന ധാരണ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നത് ഈ മാസത്തിൽ അത്ര ഗുണകരമല്ലാത്തതാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്തതുകൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ സയുക്തികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശമ്പള വർധനവ് ഇല്ലാത്തതിനാൽ മറ്റു ജോലികൾക്ക്, നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ മറ്റു ജോലികൾക്ക് അപേക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ആത്മിക ചിന്തകൾ പലവിധത്തിലുള്ള മാനസികമായുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും പ്രായോഗികമല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാഹചര്യങ്ങളാണ് യോഗം കാണുന്നത്. ഉത്സാഹം, ഉന്മേഷം എന്നിവ ഏതൊരു
നിർണായകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജീവിത നിലവാരത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഇനി മറ്റൊരു ഗൃഹം വാങ്ങിക്കുക എന്ന സങ്കല്പത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള യോഗം കാണുന്നുണ്ട്. അഥവാ സാമ്പത്തികമായിട്ട് സ്വല്പം കൂടി സ്വരൂപിച്ചതിന് ശേഷം ഗൃഹം വാങ്ങിയാൽ മതി, ഗൃഹം നിർമ്മിച്ചാൽ മതി എന്ന ആശയം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് സ്വല്പം അപ്രീതി ഉണ്ടെങ്കിൽ പോലും അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. പലപ്പോഴും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാൻ ഒരു മാനസികമായിട്ടൊരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കുന്നത് ഗുണകരമായി തീരും എന്ന അനുഭവജ്ഞാനം പലരിൽ നിന്നും സ്വീകരിക്കുവാനും അവലംബിക്കുവാനും യോഗമുണ്ട്. ഇതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.